ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വൈക്കം മുഹമ്മദ് ബഷീർ ദിന ക്വിസാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 2024 80 വർഷം പൂർത്തിയാക്കിയ ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി എന്ന നോവൽ. കൊച്ചി നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ് കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നിവർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെ മറ്റൊരു പേരാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. പതിനാറാമത്തെ ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ഇ സന്തോഷ് കുമാർ. ഏത് പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഉജ്ജീവനത്തിൽ ലേഖനങ്ങൾ എഴുതിയത്? ഉത്തരം പ്രഭ എന്ന തൂലികാനാമത്തിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഒഴിഞ്ഞ വീട് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഒഴിഞ്ഞ വീട്. ഒരു മനുഷ്യൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഒരു മനുഷ്യൻ. ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി രചിച്ചത് എന്നാണ്? ഉത്തരം 1973 ഓർമ്മയുടെ അറകൾ എന്ന കൃതി രചിച്ചത്. ഏത് വർഷമാണ് ബഷീറിനോടൊപ്പം ബാലാമണി അമ്മയ്ക്കും ചേർന്ന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം 1993. ഒന്നും ഒന്നും ഇമ്മിണി വല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീർ ഏത് കൃതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം ബാല്യകാല സഖി എന്ന കൃതിയിൽ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? ഉത്തരം പൂവമ്പഴം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1968.
ഏത് കൃതിക്കാണ് എഴുത്തുകാരൻ സെബാസ്റ്റ്യന് 2017 ബഷീർ അവാർഡ് ലഭിച്ചത്? ഉത്തരം പ്രീതി ശരീരം എന്ന കൃതിക്ക്. ഇ സന്തോഷ് കുമാറിന് ഏത് പുസ്തകത്തിനാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം നാരകങ്ങളുടെ ഉപമ എന്ന ഇ സന്തോഷ് കുമാറിന്റെ കൃതിക്ക്. തേന്മാവ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതിന്. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരെന്താണ്? ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരെന്താണ്? ഉത്തരം കഥാബീജം എന്നാണ് ബഷീർ എഴുതിയ ഒരേ ഒരു നാടകത്തിന്റെ പേര്. ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം MK സാനു. ഒരിടത്തൊരു സുൽത്താൻ എന്ന പേരിൽ കുട്ടികൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. സാഹിത്യ ലോകത്ത് നിന്ന് ബഷീറിന്റെ ഏത് കൃതിക്കാണ് ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളത്? സാഹിത്യ ലോകത്ത് നിന്ന് ബഷീറിന്റെ ഏത് കൃതിക്കാണ് ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളത്? ഉത്തരം ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന കൃതിക്ക്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? ഉത്തരം യാ ഇലാഹി. ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1968. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ബഷീറിന്റെ കൃതിയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഉത്തരം മണ്ടൻ മുത്തപ്പയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ബഷീർ കൃതിയിലെ പ്രധാന കഥാപാത്രം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് ഏതുതരം വീഡിയോകളാണ് വേണ്ടതെന്നുകൂടി കമൻറ്റ് ചെയ്യൂ. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.